കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ അൻസിബ നോറയുമായി ചെറിയൊരു തർക്കമുണ്ടായി. നോറയ്ക്കൊരു ടാസ്ക് കിട്ടിയതായിരുന്നു. എന്തു പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് പറയുക എന്നുള്ളൊരു ടാസ്ക്. മേ ബി അതാണ് ടാസ്ക് എൻ്റെ ഊഹത്തിൽ കേട്ടോ. അപ്പോൾ നോറ എല്ലാവരോടും അത് ആ ഒരു ടാസ്ക് തന്നെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അൻസിബ പറഞ്ഞത്, നീ നിൻ്റെ ഗെയിം പ്ലാനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ വോട്ട് കിട്ടാൻ വേണ്ടി നീ നിൻ്റെ പാരൻസിനെ കുറ്റപ്പെടുത്തുകയും നീ അതിലൂടെ കിടന്ന് കരയുകയും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസ് എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ എൻ്റെ ഇഷ്ടം അതായിരുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും വീട്ടുകാരെ കുറ്റപ്പെടുത്തി, ജന്മം നൽകിയ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തി പറയുന്നതായിട്ട് അൻസിബ പറഞ്ഞു. അപ്പം നോറയ്ക്ക് അത് പെട്ടെന്നൊരു അടിയായി തീർന്നു ആ ഒരു സമയത്ത് അത് പറഞ്ഞത്. അൻസിബോട് പലതവണ നോറ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് ഭാഗത്തും തെറ്റുകളുണ്ട്. ഈ രണ്ടുപേരും വഴക്കിട്ടതിൽ അത് എന്താണെന്ന് വെച്ചാൽ, നോറ പറഞ്ഞത് നോറയുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ നോറ ശ്രദ്ധിക്കേണ്ടത്, നോറയ്ക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് നോറ തിരഞ്ഞെടുത്തു. പപ്പയും അല്ലെങ്കിൽ ഉപ്പയും ഉമ്മച്ചിയൊക്കെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നോറയ്ക്ക് ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കാം. നോറ ഉദ്ദേശിക്കുന്ന നോറയ്ക്ക് കംഫർട്ടും ജയിക്കാൻ പറ്റുന്നുള്ളൊരു ഫീൽഡിലേക്ക് ലൈഫ് തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഏണിങ് കിട്ടി ഒരു വീടൊക്കെ വെച്ചു. അപ്പം ഉപ്പയ്ക്ക് അത് താല്പര്യമില്ല ഇപ്പോഴും എന്നാണ് പറഞ്ഞ് നോറ പറയാറ്. പിന്നെ അവർ വന്നു, അത് കഴിഞ്ഞു, അവരുടെ ആഗ്രഹം പറഞ്ഞു, അത് കഴിഞ്ഞു പോയി. അതിനെക്കുറിച്ച് ഒരു പരിധിയിലധികം കിടന്നിട്ട് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യം നോറയ്ക്കില്ല. എന്നാൽ അൻസിബ ഇത് പറയുന്നത് സങ്കടപ്പെടുകയൊക്കെ സമയത്ത് അൻസിബ അത് കേട്ടിരിക്കുകയും ആ സമയത്ത് ഒരു അനീതിയെ പോലെ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ, ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കാമായിരുന്നു അൻസിബയ്ക്ക്, നീ അത് പറയുന്നത് ശരിയല്ല, നിൻ്റെ അച്ഛനും അമ്മയല്ലേ, നീ ഇത്രയൊക്കെ പറഞ്ഞത് മതി, അച്ഛനെയും അമ്മയും പറ്റി ഇങ്ങനെ പബ്ലിക്കായിട്ട് ഏതു നേരം പറയുന്നത് തെറ്റാണെന്ന് അൻസിബയ്ക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷെ അൻസിബ ഈ ഒരു ഗെയിമിൻ്റെ ഇടയിൽ അത് വളരെ ദേഷ്യം വെച്ച് എല്ലാവരുടെയും മുന്നിൽ നോറ ഒറ്റപ്പെടാനായിരിക്കാം എന്ന് എനിക്ക് തോന്നി. അൻസിബയുടെ ആ ഒരു ഗെയിം പ്ലാൻ, അൻസിബ ബാക്കി എല്ലാ കാര്യത്തിലും അൻസിബേനെ 100% മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ. ഓരോ എപ്പിസോഡ് വൈസും ഓരോ ടാസ്ക് വൈസും നമുക്ക് ഓരോരുത്തരുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ചില സമയത്ത് അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കൊക്കെ ഇഷ്ടമല്ലാണ്ടായി വരാം. അപ്പോൾ അതിലൂടെ പറഞ്ഞതാണ്. അൻസിബയ്ക്ക് അത് നേരത്തെ പറയാമായിരുന്നു. പക്ഷേ അൻസിബ ആ ഒരു ഗെയിമിൻ്റെ ഇടയിൽ, ഒരു ടാസ്കിൻ്റെ ഇടയിൽ വന്നിട്ട് എല്ലാവരും നോറയ്ക്കെതിരായ ഒരു സമയം, ആ സമയത്ത് നോറയ്ക്കെതിരെ ഒരു അസ്ത്രമായി അത് പ്രയോഗിച്ചു. നോറയുടെ ഫീലിംഗ് ആണ് പറഞ്ഞു തീർത്തത്. അൻസിബയ്ക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അൻസിബയ്ക്ക് അത് കേൾക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. എത്രയായാലും നീ നിർത്ത്, നിൻ്റെ കാര്യങ്ങൾ ഓവറായിട്ട് പറയണ്ട, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയാണ്, അവരെന്താഗ്രഹിക്കുന്നു അത് അവർക്ക് പറയാൻ വോയിസ് ഉണ്ട്. നിൻ്റെ ഇഷ്ടം നിനക്കും സ്വീകരിക്കാം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കുള്ള ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിൻ്റെ ഒരു ഫീൽഡ്, നിൻ്റെ ഒരു അഭിരുചി വേറൊരു കാര്യങ്ങളിലേക്കൊക്കെ ആയി, സോഷ്യൽ മീഡിയ. അപ്പോൾ അത് നിനക്ക് എന്താണോ കംഫർട്ട് അത് നീ തിരഞ്ഞെടുക്കുക എന്ന് അൻസിബയ്ക്ക് പറഞ്ഞു കൊടുക്കാം. നീ ഏതായാലും തിരഞ്ഞെടുത്ത നിൻ്റെ ചോയ്സ് തെറ്റൊന്നുമല്ല, നിനക്ക് കംഫർട്ടായിട്ടും സേഫായിട്ടും നിൽക്കാൻ പറ്റുന്ന ഒരിടമാണ്, നീ അതിന് പോവുക. അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാകും. നോറ പാരൻസിനെ കുറ്റം ഒരുപാട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നോറ സങ്കടപ്പെടുകയാണ് കൂടുതലും ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നോറയോട് പല കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നോറ സങ്കടപ്പെടുകയാണ്. ഉപ്പയും ഉമ്മയും എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവരാഗ്രഹിച്ചിരുന്നതായിരിക്കാം, എനിക്കറിയില്ല നോറ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. എന്നാലും ആ ഒരു സങ്കടം, ഒരു കുറ്റബോധം, അതാണ് ആ കുട്ടിയെ അങ്ങനെ പറയിപ്പിച്ചതെന്ന് തോന്നുന്നു. അല്ലാണ്ട് അച്ഛനെയും അമ്മേനെയും കുറ്റം പറഞ്ഞതായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നോറ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. അത് തൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോയപ്പോൾ ഉപ്പയും ഉമ്മയുടെയും മനസ്സ് വിഷമിച്ചു, അല്ലെങ്കിൽ അവരത്രത്തോളം ഒന്നും പറഞ്ഞിരുന്നില്ല എന്നോട് എന്നുള്ള കാര്യമായിരിക്കും ആ പറയുന്നത്. പിന്നെ നോറയും ശ്രദ്ധിക്കണമായിരുന്നു, നമ്മുടെ ഫാമിലിയിലെ എല്ലാ കാര്യവും ഇത്രയും ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷേ അത് അൻസിബ അത് മനസ്സിലാക്കാതെ പറഞ്ഞതായിട്ട് തോന്നി. കാരണം അൻസിബയ്ക്ക് ചിലപ്പോൾ നല്ലൊരു സ്നേഹമുള്ളൊരു ഫാമിലി, അങ്ങനെയല്ല, നോറയുടെ ഫാമിലി സ്നേഹമുള്ളതാണ് അല്ലെന്നല്ല,
പക്ഷെ ചില സ്ട്രിക്ട്നെസ്സോ കാര്യങ്ങളോ ഒക്കെ നോറയ്ക്ക് തടസ്സമായിരുന്നു. പക്ഷേ അൻസിബേനെ സോഷ്യൽ മീഡിയ ഫീൽഡിലേക്ക് വിടാൻ അവിടെ ആരും അൻസിബയ്ക്ക് എതിരല്ലായിരുന്നായിരിക്കാം. അപ്പം അൻസിബയ്ക്ക് അത് അറിയേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നമ്മുടെ അച്ഛനമ്മമാരെ പറ്റി എന്തെങ്കിലും പറയുന്നത് പബ്ലിക്കായിട്ട് അവരെ നാറ്റിക്കുക എന്നുള്ളൊരർത്ഥത്തിലല്ല. നാറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കുള്ളൂ. മനഃപൂർവ്വം അച്ഛനും അമ്മയെയും കുറ്റപ്പെടുത്തിയാലോ നാറ്റിച്ചാലോ നമ്മൾ അവർക്കെതിരെ തന്നെയാണ് ഞാനും നിൽക്കുകയുള്ളൂ. പക്ഷേ ഇതിൽ അൻസിബ ചാടിക്കയറി അവിടെ ഒരു ഗോൾ അടിച്ചതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ജിൻഡോ, ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. പക്ഷേ ജിൻഡോ ആ സമയത്ത് എല്ലാവരും നോറയെ ഒറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ ജിൻഡോ ഇപ്പോഴും നോറയെ ടാർഗറ്റ് ചെയ്യുന്ന ആളാണ്. ജിൻഡോ ചാടിക്കയറി നോറയോട് ടാസ്ക് അല്ലേടി, നീ മറ്റേതടി മറിച്ചാടി, ടാസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ച് വന്നത്. ആ ഒരു ആക്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ബിഹേവിയർ ജിൻഡോയുടെ ആ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ സമയത്ത് നന്ദനയോ അൻസിബയോ അപ്സരയൊക്കെ ആയിരുന്നെങ്കിൽ ജിൻഡോ അങ്ങനെ പെരുമാറുമായിരുന്നോ എന്ന് ഞാനൊരു തവണ ചിന്തിച്ചു പോയി. നോറയോട് അങ്ങനെ പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല. നോറ ജിൻഡോയോട് കാണിച്ചാലും തെറ്റ് തന്നെയാണ്. അപ്പോൾ നോറോട് ആ സമയത്ത് അങ്ങനെ കാണിച്ചത് വേണ്ടിയിരുന്നില്ല. ടാസ്ക് ആണെന്ന് പറഞ്ഞ് തല്ലാൻ പോണ പോലെ പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ ജിൻഡോയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ്. ജിൻഡോയെ ജയിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ജിൻഡോയ്ക്ക് തന്നെയാണ് സപ്പോർട്ട്. പക്ഷേ ആ സമയത്ത് നോറയുടെ നേരെ ചാടിക്കയറി തല്ലാൻ ചേരുന്ന, പക്ഷെ അപ്സര ആ സമയത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ, ജിൻഡോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് കറക്റ്റ് അപ്സര പറയുന്നത് കറക്റ്റായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ പിന്നെ ഓവറോൾ ടാസ്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് എല്ലാവർക്കും അല്ലേ ഒരു കൂപ്പൺ കിട്ടിയിട്ട് ഫുഡ് കിട്ടുന്ന നല്ലൊരു പോർഷനായിരുന്നു അല്ലേ. അപ്പോൾ അപ്സരയ്ക്കും ഋഷിക്കും ഒക്കെ ഞാൻ അവരുടെ രണ്ടുപേരുടെയാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളതിൽ. എല്ലാ കണ്ടസ്റ്റൻസിനും വെറൈറ്റി ഫുഡ്സ് കിട്ടുന്നതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം കണ്ടിരിക്കാനായിട്ട് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് ഓരോ ഐറ്റംസ് കിട്ടുന്നത്, അവർ ചാടിത്തുള്ളി വരുന്നതും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് നല്ലൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ